Our topic is gravitational potential energy. ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്കറിയാം. പക്ഷേ already in the class I told you the form of definition of this gravitational potential energy. അപ്പോൾ the definition of gravitational potential energy is somewhat different. എന്താ പറഞ്ഞത്? The work done. അപ്പോൾ let it be like this. എനിക്ക് P എന്നുള്ള പോയിന്റിൽ or ഒരു പോയിന്റിൽ ഐ വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പി. ഇൻഫിനിറ്റിന്ന് ഒരു ചാർജിനെ എടുത്തിട്ട് ഞാൻ പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരണം. സോ ഐ ഹാവ് ടു ഡു സം വർക്ക്. ദാറ്റ് വർക്ക് ഇസ് സ്റ്റോർഡ് ആസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഏത് പോയിന്റിലാണോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കാണേണ്ടത് ആ പോയിന്റിലേക്ക് ഇൻഫിനിറ്റിന്ന് ഒരു ചാർജിനെ എടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് ഈ പ്രോസസ്സിൽ ചെയ്ത വർക്ക് കാണാം. ദാറ്റ് ഈസ് വാട്ട് ദ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എന്താ പറയുക, ഡെഫിനീഷൻ ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഡിറൈവ് ചെയ്യണത് കുറച്ചും കൂടി വേറൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ ആദ്യം ഡയറക്റ്റായിട്ട് ഇൻഫിനിറ്റിന്ന് പിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യാണ്. എന്ന് ബി ഉള്ള ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യാണ്. നൗ ഐ എം ഗോയിങ് ടു മൂവ് മൈ ചാർജ് ഫ്രം എ ടു ബി. ഓക്കെ, എന്ന് ബിയിലേക്ക് എനിക്ക് കാണേണ്ടത് ഇൻഫിനിറ്റിന്ന് പിയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതിന് പകരം ഞാൻ ആ പാത്തിൽ രണ്ട് പോയിന്റിനെ കൺസിഡർ ചെയ്തിട്ട് എന്ന് ബിയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഐ വിൽ ഫൈൻഡ് ഔട്ട് ദ വർക്ക്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ കൺസിഡർ ചെയ്യണത് ഇതുപോലെ കുറേ എ ബികൾ ചേർന്നതാവും എൻ്റെ ഇൻഫിനിറ്റി ടു പി ഡിസ്റ്റൻസ്. സോ ഐ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ്. ആദ്യം എന്ന് ബിയിലേക്കുള്ള വർക്ക് കാണും. ഇതുപോലെ കുറേ എ ബികൾ ചേർന്നതായിരിക്കും ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. സോ ഐ വിൽ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. ഫോർ ദാറ്റ് ഐ എം കൺസിഡറിങ് ദിസ് ഈസ് വാട്ട് ദ എർത്ത് and this is having the radius capital R, and I am placing first I want to find out the gravitational potential energy at P. Okay, P എന്നുള്ള പോയിന്റിലെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ് കാണേണ്ടത്, വിച്ച് ഈസ് ഡിസ്റ്റൻസ് സ്മോൾ r ഫ്രം ദ സെൻറ്റർ. P എന്നുള്ള പോയിന്റ് സ്മോൾ r ആണ് സെൻറ്ററിൽ നിന്ന്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദ കൺസിഡറേഷൻ. So let it be like this. First I am considering a charge. ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റിന്ന് പിയിലേക്ക് ഞാനൊരു ചാർജിനെ കൊണ്ടുവന്നാൽ എനിക്ക് എത്ര വർക്ക് ചെയ്യണം അതാണ് കാണേണ്ടത്. അതിന് പകരം ഇൻഫിനിറ്റിന്ന് പിയിലെ ഇടയിൽ ഞാനൊരു രണ്ട് പോയിന്റിനെ കൺസിഡർ ചെയ്യാണ്, വിച്ച് ഈസ് എ ആൻഡ് ബി. സോ ഫസ്റ്റ് ഐ എം കൺസിഡറിങ് ചാർജ് അറ്റ് എ. Okay, so if the charge I am placing at A, the force, gravitational force at A is, according to universal gravitation, gravitational force at A is gmm by x square, since x is the distance between A and the center of the earth. Okay, now അപ്പോൾ എന്ന് ബിയിലേക്ക് ഞാൻ ചാർജിനെ മൂവ് ചെയ്യാണ്. സോ ഐ ഹാവ് ടു ഡു സം വർക്ക്. ആ വർക്ക് എന്തായിരിക്കും? എഫ് വർക്ക് ഇക്വേഷൻ ഫോർ വർക്ക് ഈസ് എഫ് ഡോട്ട് ഡി എക്സ്. So in the place of f I substitute gmm by x square. Fന് പകരം gmm by x square. Now dx is ഇത് ഏത് വർക്കാണ്? എന്ന് ബിയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യാനുള്ള വർക്കാണ് ഇത്. എനിക്ക് കാണേണ്ടത് ഇൻഫിനിറ്റിന്ന് പിയിലേക്കുള്ള വർക്കാണ്. അപ്പോൾ ഇൻഫിനിറ്റിന്ന് പിയിലെന്ന് പറയുന്നത് ആ പാത്തിലാണ് ഞാൻ കൺസിഡർ ചെയ്ത് എയും ബിയും. ഓക്കെ, സോ എന്ന് ബിയിലേക്ക് ഇത്ര വർക്ക് ചെയ്യണം. അപ്പോൾ ഇൻഫിനിറ്റിന്ന് പിയിലേക്ക് എങ്ങനെ വർക്ക് കാണും? ഐ ഹാവ് ടു ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ ചെറിയ എൻ ബിയിലുള്ള വർക്ക് ഡി ഡബ്ല്യു, അടുത്ത എ ബി. സോ ലൈക്ക് വൈസ് സോ മെനി എ ആൻഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ട് ദിസ് ടോട്ടൽ പാർട്ട് അല്ലേ. അപ്പോൾ ചെറിയൊരു എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാനുള്ള വർക്ക് കണ്ടാൽ അതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഏത് ഇൻഫിനിറ്റിന്ന് പി വരെയുള്ള പാത്ത്. So I have to integrate all the works. Okay, അപ്പോൾ ചെറിയ എന്ന് ബിയിലുള്ള വർക്ക് കണ്ടു, ദാറ്റ് ഈസ് വാട്ട് ഡി ഡബ്ല്യു. ഇതുപോലെ ചെറിയ കുറേ എ ബികൾ ചേർന്നതാണ് ഇൻഫിനിറ്റിന്ന് പി വരെയുള്ള പാത്ത്. സോ ഐ ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. ഇൻറ്റഗ്രേറ്റ് എവിടുന്ന് എവിടേക്കാണ് ചാർജിനെ കൊണ്ടുപോകണത്?
എന്താണ് ഇൻഫിനിറ്റിന്ന് ആറിലേക്ക്. അപ്പോൾ ചാർജ് ആദ്യം വരുന്നത് ഇൻഫിനിറ്റി എന്നാണ്. സോ ഐ ഹാവ് ടു പുട്ട് ദ ലോവർ ലിമിറ്റ് ആസ് ഇൻഫിനിറ്റി ആൻഡ് ദ അപ്പർ ലിമിറ്റ് ആസ് ആറിലേക്ക്, അതായത് പി എന്നുള്ള പോയിന്റിലേക്ക്. പി എന്ന പോയിന്റ് ഡിസ്റ്റൻസ് സ്മോൾ ആർ ഫ്രം ദ സെൻറ്റർ. സോ ദ അപ്പർ ലിമിറ്റ് സ്മോൾ ആർ. ഓക്കെ, ഇൻഫിനിറ്റിന്ന് ആറിലേക്ക് കൊണ്ടുവന്നു. സോ ആർ എന്ന ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം എഴുതേണ്ടത് അപ്പർ ലിമിറ്റിൽ എഴുതേണ്ടത് കൊളുത്തിൻ്റെ മുകളിൽ എഴുതേണ്ടത് എവിടേക്ക് കൊണ്ടുവന്നു, ദറ്റ് ഈസ് വാട്ട് ആർ എന്ന ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നു. എവിടുന്ന് കൊണ്ടുവന്നു, ദാറ്റ് ഐ ഹാവ് ടു പുട്ട് ആസ് ദ ലോവർ ലിമിറ്റ്. സോ gmm/x² into dx. സോ ദിസ് ഇക്വേഷൻ gmm is constant. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താ, dx/x². We have an equation for integration x raised to n dx is equal to x raised to n plus 1 by n plus 1. Here in the place of n, x square 1 by x square എന്ന് പറയുന്നത് x raised to minus 2 dx. So dx/x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/x കിട്ടും. ഇനി ആ 1/x അവിടെ എടുത്തിട്ട് വി ഹാവ് ടു പുട്ട് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ലൈക്ക് ദിസ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എഴുതുക. ദിസ് ഈസ് വാട്ട് ലെങ്തി കൺസെപ്റ്റ് ഓഫ് മാത്സ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ പറയുള്ളൂ. നമ്മൾ ആദ്യം ഇക്വേഷൻ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ ആൻസറിന് ഞാൻ എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോ ഇൻ ദ പ്ലേസ് ഓഫ് എക്സ് ഇഫ് ഐ എം പുട്ടിങ് ആർ, ഇറ്റ് ഇസ് മൈനസ് ഐ എം പുട്ടിങ് ഔട്ട്സൈഡ്. സോ മൈനസ് gmm ഇസ് ദർ ഔട്ട്സൈഡ്. ബാക്കിയുള്ളത് എന്താ, എക്സിൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുത്തു 1/r മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദ പ്രൊസീജിയർ ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. സോ in the place of x I put the upper limit minus in the place of x I put the lower limit. So it will be 1/r minus 1/infinity. Minus gmm is there. 1/infinity is equal to 0. So this becomes 0. The remaining term is 1/r. So it is minus gmm/r. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇത്രേ കൺസിഡർ ചെയ്തു. ഇതാണ് ലോജിക്ക്. ഇൻഫിനിറ്റിന്ന് പിയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ് കാണേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇൻ ദ പാത്ത് ഐ കൺസിഡർ 2 points വിച്ച് ഈസ് എ ആൻഡ് ബി. ആദ്യം എന്ന് ബിയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് കണ്ടു. ദെൻ എ ബി എന്നുള്ള കുറേ പോയിന്റുകൾ അതുപോലെ കുറേ പോയിന്റുകൾ ചേർന്നതാണ് ഇൻഫിനിറ്റി മുതൽ പി വരെയുള്ള പാത്ത്. So in order to find out the total work done, we have to plus add all the works. അല്ലേ, എന്ന് ബിയിലുള്ള വർക്ക് dw, അടുത്ത എന്ന് ബിയിലുള്ള വർക്ക് dw, എല്ലാ വർക്കും കൂടി ആഡ് ചെയ്യണതിന് പകരം with the function we are integrating. Okay, I think it's clear. Good morning. Now we are going to discuss about escape velocity. ഇപ്പോൾ escape velocity എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, up to only a particular distance earth can exert gravitational force on object. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെയാണ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ബോഡിയുടെ മേലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഡിസ്റ്റൻസ് കൂടുന്തോറും, എർത്ത് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എർത്ത് ഈസ് ഹെൽപ്ലെസ് ടു അപ്ലൈ ഓർ എക്സ്പീരിയൻസ് ഗ്രാവിറ്റേഷണൽ പുൾ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇഫ് യു ആർ പ്രൊജക്റ്റിംഗ്, if you are dropping some object into the space, let it be like that, I am dropping an object into the space. Okay, so minimum velocity I need to keep to project that object, so that that body will be escape from the earth's gravitational pull. I think it's clear to you. ഏത് ഒരു മിനിമം വെലോസിറ്റിയിൽ നമ്മൾ ഒരു ബോഡീനെ സ്പേസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആ ബോഡിക്ക് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് ഫ്രീ ആവാൻ സാധിക്കും. ആ വെലോസിറ്റീനെ പറയുന്ന പേരാണ് എന്ത്, എസ്കേപ്പ് വെലോസിറ്റി. സോ മിനിമം വെലോസിറ്റി പ്രൊജക്റ്റഡ് ഫോർ എ ബോഡി to escape from the earth's gravitational field. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോഡീനെ ഏത് വെലോസിറ്റി, ഏത് മിനിമം വെലോസിറ്റിയിലാണോ പ്രൊജക്റ്റ് ചെയ്യണത്
ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇൻഫിനിറ്റിയിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യണത് അല്ലേ, ശൂന്യാകാം അത്രയും ഡിസ്റ്റൻസിലേക്കാണ് നമ്മൾ ആ ബോഡീനെ പ്രൊജക്റ്റ് ചെയ്യണത് എർത്തിൽ നിന്ന്. അപ്പോൾ എർത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഇൻഫിനിറ്റിയിലേക്ക് വിടുമ്പോൾ നമ്മൾ എത്ര വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്താലാണ് ആ ബോഡി എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് ഫ്രീ ആവുക. ദാറ്റ് വെലോസിറ്റി ഈസ് വാട്ട് ദ എസ്കേപ്പ് വെലോസിറ്റി. So we can start like this. We want to find out an equation for escape velocity. For that, I am considering like this. This is what the earth having the radius r. Now, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ r എന്നുള്ള റേഡിയസ് ഉള്ള എർത്ത് ഉണ്ട്. അപ്പം ഞാൻ എർത്തിൽ നിന്നൊരു ബോഡീനെ എറിയാണ്. എറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവണം? ആ എറിഞ്ഞ ബോഡി എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് ഫ്രീ ആവണം. അപ്പോൾ ഏത് വെലോസിറ്റിയിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്താലാണ് ആ ബോഡി എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് ഫ്രീ ആവുക, അല്ലെങ്കിൽ എർത്തിൻ്റെ അട്രാക്ഷന് ഫ്രീ ആവുക, ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. സോ ദ consideration is like this. You can see the earth here and let a object is there at P. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് പി എന്നുള്ള പോയിന്റിലുണ്ട്. സോ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദാറ്റ് ബോഡി അറ്റ് പി, എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഞാൻ പി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോഡി ഇപ്പോൾ ഗ്രാവിറ്റേഷൻ പുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായി ഉണ്ടാവുക? Gmm/x². സിൻസ് എക്സ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഫ്രം ദ സെൻറ്റർ. Okay, so Gmm/x². Ini, let I want to move that object M through a small distance dx to the point Q. ഇപ്പോൾ പിയിലിരിക്കുന്ന ആ ഒബ്ജക്റ്റിനെ എനിക്ക് ക്യൂയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. So for that I have to do some work. The work equation for work is F.dx. ചെറിയ വർക്കാണ് ചെയ്യുന്നത്, കാരണം ചെറിയ ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യണത്. അപ്പോൾ പി ന്ന് ക്യൂവിലേക്ക് മൂവ് ചെയ്യാൻ ഡി എക്സ് ഡിസ്റ്റൻസ് ആണുള്ളത്. സോ ഐ ഹാവ് ടു ഡു എ സ്മോൾ വർക്ക് ഓഫ് ഡി ഡബ്ല്യു. വി ഹാവ് എൻ ഇക്വേഷൻ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു F.dx. സോ എഫിന് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ വിച്ച് ഇസ് Gmm/x² ഇൻറ്റു ഡി എക്സ്. നൗ എനിക്ക് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് പിന്ന് ക്യൂവിലേക്ക് ആ ബോഡീനെ മൂവ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം അല്ലേ. എനിക്ക് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്ന് ക്യൂവിലേക്ക് അല്ല ബോഡീനെ മൂവ് ചെയ്യണത്. ഞാൻ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്കാണ് ഞാൻ ആ ബോഡീനെ എറിയുന്നത് അല്ലേ. എർത്തിൻ്റെ സർഫസിൽ നിന്ന് വളരെ ദൂരത്തേക്കാണ് ഞാൻ എറിയണത്. അപ്പോൾ ഡിസ്റ്റൻസിന് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ആ ബോഡി പിന്ന് ക്യൂവിലേക്ക് മൂവ് ചെയ്യാനുള്ള വർക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യണത്. ഇതുപോലെ കുറേ ഡി എക്സുകൾ ചേർന്നതായിരിക്കും എൻ്റെ എർത്തിൻ്റെ സർഫസും ഇൻഫിനിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ ഈ ചെറിയ ഡി എക്സിൽ ഡി ഡബ്ല്യു വർക്ക് ചെയ്യണം. ചെറിയ ഡി എക്സ് എന്ന് പറഞ്ഞാൽ പി എന്നുള്ള പോയിന്റിൽ നിന്ന് ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് നീക്കണമെങ്കിൽ ഞാൻ ഡി ഡബ്ല്യു വർക്ക് ചെയ്യണം. ഇതുപോലെ കുറേ ഡി എക്സുകൾ ചേർന്നതായിരിക്കും എൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഞാനൊരു വസ്തു എറിഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്ക് എത്തണമെങ്കിൽ ദിസ് മച്ച് സ്മോൾ ഡി എക്സ് കം ടുഗദർ, അങ്ങനെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. കുറേ ഡി എക്സുകൾ ചേർന്നിട്ടായിരിക്കും ഈ മൊത്തം എക്സ് ഉണ്ടാവുക. എർത്ത് സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഇതുപോലെ കുറേ ഡി എക്സുകൾ ചേർന്നിട്ടായിരിക്കും ഈ എക്സ് കിട്ടുക. സോ എന്ത് ചെയ്യണം? എനിക്ക് കുറേ ഡി ഡബ്ല്യുകളെ, ഇപ്പോൾ ഈ ഒരു ഡി എക്സ്, ചെറിയൊരു ഡി എക്സിന് ഞാൻ ഡി ഡബ്ല്യു വർക്ക് ചെയ്തു. ഇതുപോലെ നെക്സ്റ്റ് ഡി എക്സിന് ഞാൻ അടുത്ത ഡി ഡബ്ല്യു വർക്ക് ചെയ്തു. അതുപോലെ മൊത്തം എക്സ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എല്ലാ ഡി ഡബ്ല്യുവിനെയും കൂടി ഐ ഹാവ് ടു സം അപ്പ്. സോ ബിക്കോസ് ഐ ഹാവ് ടു ഇൻറ്റഗ്രേറ്റ്. സോ എല്ലാ ഡി ഡബ്ല്യുവിനെയും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഐ ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ്സ്. ഏത് പ്രോസസ്സ്? എർത്ത് സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എറിയാൻ ഞാൻ എത്ര വർക്ക് ചെയ്യണമെന്ന് കാണണമെങ്കിൽ
ഈ എർത്ത് സർഫസിന് ഇൻഫിനിറ്റിയുടെ ഇടയിലൊരു ചെറിയ ഡി എക്സ് ഞാൻ കൺസിഡർ ചെയ്തു. ഡി എക്സിലുള്ള ചെറിയ ഡി ഡബ്ല്യു വർക്ക് കണ്ടു. ഇനി ഇതുപോലെ ചെറിയ പി ക്യു എന്നുള്ള ഡി എക്സ് ഡിസ്റ്റൻസുകൾ കുറേ ഡി എക്സുകൾ ചേർന്നതായിരിക്കും എനിക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസ് ഏതാ? എർത്ത് സർഫസിന് ഇൻഫിനിറ്റിയിലേക്ക്. സോ ദിസ് ഡി എക്സ് എന്ന് പറയുന്നത് കുറേ ഡി എക്സുകൾ ചേർന്നായിരിക്കും, അല്ലെങ്കിൽ ഡബ്ല്യു ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് കുറേ ഡി ഡബ്ല്യുകൾ ചേർന്നായിരിക്കും. സോ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഡി ഡബ്ല്യു. ഈ ഡി ഡബ്ല്യുവിൻ്റെ ഇൻ ദ പ്ലേസ് ഓഫ് ഡി ഡബ്ല്യു ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ. So GMM by x square into dx. So I am integrating this equation. എവിടുന്ന് എവിടേക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? എൻ്റെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്കാണ് ഞാൻ എറിയുന്നത്. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് എവിടുന്നാവും? എവിടേക്കാണോ ബോഡി പോയത് ഇൻഫിനിറ്റിയിലേക്ക്, അത് ഈ കൊളുത്തിൻ്റെ മുകളിലിടണം. ഓക്കെ. സോ എവിടുന്നാണ് ബോഡി പോയത്? എർത്തിൻ്റെ സർഫസിൽ നിന്ന്, അതായത് ആർ ഡിസ്റ്റൻസിന്. സോ ആർ ഐ ഹാവ് ടു റൈറ്റ് ആസ് എ ലോവർ ലിമിറ്റ്. ഓക്കെ, ലോവർ ലിമിറ്റ് ആറാണ്, ബിക്കോസ് ഐ എം ഡ്രോപ്പിംഗ് ദാറ്റ് ബോഡി ഫ്രം ദ സർഫസ് ഓഫ് ദ. സോ അടിയിൽ 6 and I am dropping the body to the infinity. So the upper limit will be infinity. Infinity means it's a far away place. So I have to integrate this. Integrating GMM is what? Constant. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് എന്താവുള്ളൂ? dx by x square. We have an equation like this. Integrating dx by x raised to n is equal to x raised to n plus 1 by n plus 1. അപ്പോൾ ഇവിടെ x raised to n പകരം x square ആണ്. അപ്പോൾ if I am applying this equation here, after integration I will get minus 1 by x. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈനസ് 1 by x എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഐ ഹാവ് ടു പുട്ട് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്. സോ ലോവർ ലിമിറ്റ് ആർ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തു. ഇനി മൈനസ് GMM ഇസ് സ്റ്റിൽ ദർ ഔട്ട്സൈഡ് വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഉള്ളിൽ എന്താ എഴുതണം? എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം ഇൻഫിനിറ്റി കൊടുക്കണം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം ഇൻഫിനിറ്റി കൊടുത്തു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷൻ. യു വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഇൻ മാത്സ്. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആചാരം. എന്ത്? യു ഹാവ് ടു പുട്ട് upper limit minus lower limit in the place of this. We are integrating x. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ്. 1 by ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ബാക്കിയുള്ള ടേമുകൾ എന്താ? ഹിയർ മൈനസ് 1 by r ഉണ്ടാവും, ഹിയർ മൈനസ് GMM. So minus GMM into minus 1 by. So minus get cancel, it will be plus GMM by r. We got equation like this. Work is equal to GMM by r. ഇത് എന്ത് വർക്കാണ്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ എറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കാണ് എന്ത്? GMM by r. So where does this energy get for this work? വർക്ക് ചെയ്യണമെങ്കിൽ എനർജി എവിടുന്ന് കിട്ടും? ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ കൈനറ്റിക് എനർജി. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജിയിൽ നിന്നാണ് ഈ വർക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ ഇക്വേറ്റ് ദിസ് വർക്ക് ഇക്വേഷൻ ഓഫ് വർക്ക് വിത്ത് ദ കൈനറ്റിക് എനർജി, വേർ വി ഈസ് വാട്ട് അവർ എസ്കേപ്പ് വെലോസിറ്റി. ഇതിന്ന് നമുക്ക് കാണേണ്ടത് എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടുന്ന് വി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ, വി വിൽ ഗെറ്റ് 2GMM by mr. എമ്മും ജസ്റ്റ് വി ക്യാൻ ക്യാൻസൽ. സോ വി ഈസ് ഈക്വൽ ടു √2GM by r. ദിസ് ഇസ് എ ഫസ്റ്റ് ഇക്വേഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫസ്റ്റ് ഇക്വേഷനാണിത്. ഈ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് GM by r square. അപ്പോൾ GM എന്ന് പറയുന്നത് എന്താ? ഇഫ് ദിസ് ആർ സ്ക്വയർ കംസ് ടു ദിസ് സൈഡ്, GM ഇസ് ഈക്വൽ ടു GR സ്ക്വയർ. അപ്പോൾ എവിടെയൊക്കെ GM ഉണ്ടോ അവിടെ നമുക്ക് GR സ്ക്വയർ കൊടുക്കാം. സോ ഇൻ ദിസ് ഇക്വേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് GM വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് GR സ്ക്വയർ. So it will be, this equation become 2 into GM becomes GR square by r. 1 r cancel, we will get √2GM.
radius of the earth and acceleration due to gravity are constant. After we are putting all this value, we will get escape velocity of the earth as 11.2. So question will come like this. Prove that the escape velocity of earth is 11.2 km per hour. So after deriving this equation, you have to substitute the value of g and r, and then write like this. Escape velocity is 11.2. Okay. Next, time period of a satellite. We have to find out the time period of a satellite. So we are starting like this. We have an equation. Velocity എന്ന് പറയുന്നത് distance by time ആണ്. So when t comes to this side, time period is equal to distance by velocity. Here this is a circular path. Distance എന്ന് പറയുന്നത് which is a circumference of a circle, which is 2 pi r. ഇവിടെ as in the last derivation, we are assuming that satellite is I am keeping at a distance r plus h from the center. So in the place of r, I substitute r plus h. ഇനി 2 pi into r plus h by, in the place of v, I can substitute orbital velocity, which is root of 2 gm by r plus h. So v ക്ക് പകരം root of 2 gm by r plus h substitute ചെയ്തു. ഇനി ഈ റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 gm I can write like this, 2 gm whole raised to half. അതുപോലെ r plus h 2 gm root of 2 gത്തിന് 2 gm whole raised to half. ഇനി r plus h, root of r plus h when comes to numerator, it will be r plus h all raised to half. റൂട്ടിന് പകരം raised to half എന്ന് എഴുതി. ഇനി r plus half plus 1, which is 3 by 2. r plus h raised to 3 by 2. ഇനി r plus h raised to 3 by 2 നെ എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. r plus h whole cube whole raised to half. അല്ലേ? If we are multiplying 3 into half, it will be 3 by 2. a raised to m all raised to n is equal to a raised to m into n. So likewise, r plus h whole cube all raised to half is equal to r plus h 3 into half, which is 3 by 2 itself. Just split ചെയ്ത് എഴുതി. ഹാഫിന് എനിക്ക് നേരെ തിരിച്ചെഴുതാമല്ലോ. റൂട്ടിന് ഹാഫ് എഴുതിയാൽ ഹാഫിന് റൂട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ഹാഫിന് പകരം ഞാൻ റൂട്ട് എഴുതി. ഉള്ളിൽ എന്തുണ്ടാവും? r plus h whole cube by gm എന്നുണ്ടാവും. Okay, now 2 pi r plus h whole cube by gm. In the place of gm, I substitute as in the last derivation gr square. gm ന് gr square substitute ചെയ്തു. And I put h is equal to 0. h 0 ആണെങ്കിൽ ഈ h 0 ആയി. So the remaining term will be r cube by gr square. r cancel ചെയ്താൽ the equation for the time period will be 2 pi into root of r by g. Okay, thank you. Going to find out the total energy of satellite. So for a satellite, total energy is the sum total of kinetic energy and potential energy. We have to find out equation for kinetic energy and potential energy, then have to add. Kinetic energy we know half mv square. So we have to find out equation. Instead of v, we know v is equal to root of gm by r. So in the place of, so v square will be gm by r. Am I right? So in the place of v0 square, substitute gm by r. So this is what the equation for kinetic energy. Potential energy, gravitation potential energy already we derived, which is gmm by r. Now total energy will be sum of this two. So gmm by r minus gmm by r plus half gmm by r. gmm by r is common in both term. പുറത്തേക്ക് എടുത്തു. ഉള്ളിൽ എന്താ ഉണ്ടാവുക? -1 plus half. Okay, so it will be -1 plus half is -half. So the total energy equation is minus gmm by 2r. Okay.